ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ സിറിയയിലെ US സൈനിക താവളത്തിൽ സ്ഫോടനം. സിറിയയിലെ അൽ ഹസാഖ് പ്രവിശ്യയിലെ വടക്ക് കിഴക്കൻ മേഖലയായ ഹറാബ് അൽ ജിർ വ്യോമതാവളത്തിലാണ് സ്ഫോടനമുണ്ടായത്. വ്യോമതാവളത്തിന് അകത്താണ് സ്ഫോടനം നടന്നത്. ഒന്നിൽ കൂടുതൽ സ്ഫോടനങ്ങൾ നടന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ചയാണ് സ്ഫോടനമുണ്ടായത്. സിറിയയിലെ US സൈനിക താവളങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റതായും അധികൃതരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് സൈനിക താവളത്തിൽ സ്ഫോടനമുണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. അതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ച പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ അസാദ് വ്യോമതാവളത്തിൽ നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി US സൈനികർക്ക് പരിക്കേറ്റിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണത്തിനു പിന്നാലെ സിറിയയിലെ അമേരിക്കൻ സൈനികർ അതീവ ജാഗ്രതയിലാണ്. 2023 ഒക്ടോബർ 19 ശേഷം ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദികൾ സിറിയയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ 135 ആക്രമണങ്ങളാണ് നടത്തിയത്. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ സംഘർഷാവസ്ഥ സങ്കീർണമായി തുടരുകയാണ്. ഇസ്രായേലാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഇറാനും ഹമാസും ഇവരെ പിന്തുണയ്ക്കുന്ന മറ്റ് രാജ്യങ്ങളും ആരോപിക്കുന്നത്. അതിനിടെ ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേലിന് കനത്ത മറുപടി നൽകണമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയുടെ ഉത്തരവ് അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയാണെന്നും ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഖനിയ വധത്തിന് പകരമായി ടെൽ അവീവിലും മറ്റ് പ്രമുഖ ഇസ്രായേലി നഗരങ്ങളിലും നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ. എന്നാൽ അത്രയും കടുത്ത ആക്രമണത്തിലേക്ക് പോകേണ്ടതില്ലെന്നും കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഇസ്രായേലിന് പുറത്തുള്ള മൊസാദ് താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ മതിയെന്നുമാണ് പെസഷ്കിയാന്റെ തീരുമാനമെന്നും ടെലഗ്രാഫ് റിപ്പോർട്ടിൽ പറയുന്നു. അസർബൈജാനിലെയും ഇറാഖി കുർദിസ്ഥാനിലെയും മൊസാദ് താവളങ്ങളെയാണ് പെസഷ്കിയാൻ ലക്ഷ്യമിടുന്നത്. ഇസ്രായേലുമായി സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാധ്യത തടയിടാൻ ഈ നീക്കത്തിനാവുമെന്നാണ് പെസഷ്കിയാന്റെ വിലയിരുത്തൽ. ഇറാൻ ഭരണകൂടത്തിലും ഖമേനിയുമായി വലിയ സ്വാധീനമുള്ള സൈന്യം പെസഷ്കിയാന്റെ നിലപാടിനെ മുഖവിലേക്കെടുക്കില്ലെന്നാണ് സൂചന. ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്ന് ടെൽ അവീവിലും മറ്റ് നഗരങ്ങളിലും ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് തന്നെയാണ് ഇപ്പോഴും ആദ്യ പരിഗണന നൽകുന്നതെന്ന് സൈന്യത്തിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.